നമ്മുടെ മലയാള സിനിമയിലെ ഒരുപാട് കഥാപാത്രങ്ങളും അതുപോലെ തന്നെ സിനിമയും വളരെയധികം ആഘോഷിക്കപ്പെടാറുണ്ട്. അതിലുപരിയായിട്ട് ആ ഒരു ചില സിനിമകളിലെ ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട്. അത് കാലം എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും ആ ഡയലോഗ്സിൻ്റെ ഇമ്പാക്റ്റ് കുറയുന്നില്ല. അത് ട്രെൻഡിങ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. ഇപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഡയലോഗുകളുടെ ഒരു ടോപ്പ് 5 ഡയലോഗുകളുടെ പാർട്ട് 1 ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മലയാളി പ്രേക്ഷകർക്ക് ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് കിരീടം എന്ന് പറയുന്നത്. അത്രയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സിനിമ വേറെയില്ല. അപ്പോൾ കിരീടം എന്ന് പറഞ്ഞ സിനിമയിലെ ക്ലൈമാക്സ് സീനിൽ സേതുമാധവൻ എന്ന് പറഞ്ഞ കഥാപാത്രം കീരിക്കാടൻ ജോസിനെ കൊന്നതിന് ശേഷം നിൽക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ആ ഒരു മൊമെൻറ്റിൽ, അതായത് സേതുമാധവൻ എന്ന് പറഞ്ഞ കഥാപാത്രം ആര് പറഞ്ഞാലും അനുസരിക്കാത്തൊരു മൊമെൻറ്റിൽ സേതുമാധവൻ്റെ അച്ഛൻ വന്നിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട്, കത്തി താഴെയിടാ മോനെ എന്ന് പറയുന്നത്. ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് ആഘോഷിക്കപ്പെടുന്ന ഒരുപക്ഷെ കോമഡി ആയിട്ടുള്ള രീതിയിലാണ് ഏറ്റവും കൂടുതലും ആഘോഷിക്കപ്പെടുന്നത്. നമ്മൾ പല സന്ദർഭങ്ങളിലും പറയാറുണ്ട് കത്തി താഴെയിടാ എന്ന് പറഞ്ഞ് പല വേർഷനിലും പറയാറുണ്ട്. പക്ഷേ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്, കത്തി താഴെയിടാ മോനെ എന്ന് പറയുന്ന ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരച്ഛൻ സർവ്വശക്തിയോടെ സ്നേഹത്തോടെ തൻ്റെ മോനോട് പറയുന്ന ഒരു മൊമെൻ്റാണ് ആ കത്തി താഴെയിടാ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ മോഹൻലാലും തിലകനും ആ പറയുന്നതിന് ശേഷമുള്ള ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈലൈറ്റ് ആയിട്ടൊരു മൊമെൻ്റാണ്. അപ്പോൾ ഈ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കാലത്തെ മലയാളികളുടെ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള ഡയലോഗാണ് കത്തി താഴെയിടാ എന്ന് പറയുന്നത്. സുരേഷ് ഗോപിയുടെ ആക്ഷൻ സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കമ്മീഷണർ എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. അത്ര ഒരു ഫയർ ബ്രാൻഡായിട്ടുള്ള സിനിമ വേറെയില്ല. മറ്റു പല സിനിമകളും ഉണ്ടെങ്കിൽ കൂടിയും ഈ ഒരു കമ്മീഷണർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു പ്രത്യേക ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിലെ സുരേഷ് ഗോപിയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഡയലോഗാണ്, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന ഡയലോഗ്. അതായത് അച്ചാമ്മ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ അടുത്ത് ഭരചന്ദ്രൻ പറയുന്നൊരു ഡയലോഗുണ്ട്. അവിടെയും ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് സുരേഷ് ഗോപി വെറുതെ നിൽക്കുന്ന കഥാപാത്രം, അതായത് ഭരചന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അങ്ങോട്ട് പോയി കുത്തുന്ന ഒരു മൊമെൻ്റാണ് കാണിക്കുന്നത്. അപ്പോൾ സർവ്വശക്തിയും എടുത്ത് അദ്ദേഹം തിരിച്ച് പറയുന്ന മൊമെൻ്റാണ് ഈ ഓർമ്മയുണ്ടോ ഒരു മുഖം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗംഭീരമായ ഒരു ഡയലോഗാണ്. ഇന്നും പല ക്യാമ്പസുകളിലും അല്ലെങ്കിൽ നാലാൾ കൂടുന്ന ഒരു മൊമെൻറ്റിൽ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ ഓർമ്മയുണ്ടോ മുഖം എന്ന് പറഞ്ഞ ഡയലോഗിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ലേലം എന്ന് പറഞ്ഞ സിനിമ ഒരു മാസ സിനിമ എന്നതിലുപരിയായിട്ടൊരു ക്ലാസ് സിനിമ കൂടിയാണ്. അതായത് ജോഷി സുരേഷ് ഗോപി കോംബോയിലെ ഏറ്റവും മികച്ച ചിത്രം എന്ന് പറഞ്ഞാൽ അത് നിസ്സംശയം പറയാൻ സാധിക്കും ലേലമാണെന്ന്. അപ്പോൾ ഈ ലേലം എന്ന് പറഞ്ഞ ചിത്രത്തിൽ സുരേഷ് ഗോപിയേക്കാളും കൈയടി നേടിയത് സാക്ഷാൽ സോമനാണ്. അപ്പോൾ ഈ ഒരു ഈപ്പച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനാണ് അവിടെ ഏറ്റവും കൂടുതൽ കൈയടി നേടിയത്. അപ്പോൾ ഈപ്പച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു മൊമെൻറ്റിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് ഹാസ്യവൽക്കരണ രീതിയിൽ തന്നെയാണ് ആഘോഷിക്കപ്പെടുന്നത്. അതായത് ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ. പക്ഷേ ഈ ഒരു സന്ദർഭം എടുക്കുകയാണെങ്കിൽ ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന ആ ഒരു ഡയലോഗ് ഈപ്പച്ചൻ പറയുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹം ഇതെല്ലാം സഹിച്ച് സർവൈവ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു മൊമെൻറ്റിനെ പറ്റി പറയുന്ന ഒരു സന്ദർഭമാണത്. അതത്ര ഗംഭീരമായിട്ടാണ് സോമൻ ചേട്ടൻ അവതരിപ്പിച്ചേക്കുന്നത്. അതായത് രഞ്ജി പണിക്കരുടെ ആ ഒരു സംഭാഷണത്തെ ഇതിലും മികച്ചതായി ഇങ്ങനെ അവതരിപ്പിക്കാൻ വേറൊരാൾക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഡയലോഗും ഇപ്പോഴും ഏറ്റവും ട്രെൻഡിങ് തന്നെ പോകുന്നതാണ്. മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ പട്ടം നേടിക്കൊടുത്ത സിനിമകളിലൊന്നാണ് രാജാവിൻ്റെ മകൻ എന്ന് പറയുന്നത്. അതായത് ഒരു വില്ലനെ മലയാളികൾ ആഘോഷിച്ച സിനിമ കൂടിയാണ് രാജാവിൻ്റെ മകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും, മൈ ഫോൺ നമ്പർ ഈസ് 2255 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയലോഗിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വില്ലൻ്റെ ഹീറോയിസം, വില്ലനെ ഒരു ഹീറോ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്ന ഒരു ഡയലോഗാണ് മൈ ഫോൺ നമ്പർ ഈസ് 2255 എന്ന് പറയുന്നത്. അത് ലാലേട്ടൻ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ വന്നപ്പോൾ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഈ മൈ ഫോൺ നമ്പർ ഈസ് 2255 എന്ന് പറഞ്ഞ ഡയലോഗ് ഇപ്പം 30 കൊല്ലത്തിന് മേളിലായി, 30-35 കൊല്ലത്തിന് മേളിലായ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോഴും അത് പല വീഡിയോകളിലും തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ടായിരുന്നു രാവണപ്രഭു. പക്ക ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് രാവണപ്രഭു. അപ്പോൾ ഈ രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിൻ്റെ ആക്ഷൻ രംഗങ്ങളും ഡയലോഗുകളും കൊണ്ട് എല്ലാം ഗംഭീരമാക്കിയൊരു സിനിമയാണ്. എന്നിരുന്നാലും ഇതിൽ ഏറ്റവും കൂടുതൽ കൈയടി നേടിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് പറഞ്ഞത് മോഹൻലാലല്ല, നേരെ മറിച്ച് വിജയരാഘവൻ്റെ കഥാപാത്രമാണ്. അതായത് മോഹൻലാലിനെ ഹിറ്റ് ചെയ്യുന്നൊരു മൊമെൻറ്റിൽ ഗുണ്ടകൾ വരുമ്പം വിജയരാഘവൻ്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട്, നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ കയ്യടികൾ കിട്ടിയത്. അപ്പോൾ ഇന്നും നമ്മളിപ്പോൾ 3-4 പേര് കൂടുമ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ഈ ഒരു ഡയലോഗ് ഉറപ്പായും പറയും, നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞൊരു മൊമെൻറ്റ് ഡയലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ട്രോളുകളിലാണെങ്കിലും ഈ ഒരു സംഭവം വരാറുണ്ട്.
അപ്പോൾ ആ രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും കൈഡി നേടിയ ഡയലോഗ് എന്ന് പറയുന്നത് നടേശ കൊല്ലണ്ട എന്ന് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗുകളൊന്നും ഈ ഒരു ഡയലോഗ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഡയലോഗുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.